അർമേനിയയിൽ ഓട്ടോമാൻ തുർക്കികൾ നടത്തിയ കൂട്ടക്കൊലയുടെ 100ാം വാർഷികം ആചരിച്ച് ലോകം. അർമേനിയൻ തലസ്ഥാനമായ യെറീവനിൽ നടന്ന ഓർമ്മ പുതുക്കൽ ചടങ്ങിൽ ഫ്രഞ്ച്, റഷ്യൻ പ്രസിഡന്റുമാർ പങ്കെടുത്തു. 1.5 ദശലക്ഷത്തോളം പേർ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ഞാൻ ഓർക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന മുദ്രാവാക്യമുയർത്തിയാണ് അർമേനിയൻ ജനത കൂട്ടക്കൊലയുടെ 100ാം വാർഷികം ആചരിച്ചത്. തലസ്ഥാന നഗരമായ യെറീവനിൽ നടന്ന ചടങ്ങിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻകോയിസ് ഹൊളാണ്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അർമേനിയക്കാർക്ക് ഐക്യദാർഢ്യവുമായി എത്തി. തുർക്കിയിലും കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അനുസ്മരണ ചടങ്ങുകൾ നടന്നു. അർമേനിയയുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നറിയിച്ച തുർക്കി പ്രസിഡന്റ് നടന്നത് വംശഹത്യയല്ലെന്ന നിലപാടിൽ തുർക്കി ഇന്നും ഉറച്ചുനിൽക്കുകയാണെന്നും പറഞ്ഞു. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് മുൻപ് 1915 അർമേനിയയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ നിരവധി സാധാരണ പൗരന്മാരായിരുന്നു കൊല്ലപ്പെട്ടത്. 1.5 ദശലക്ഷം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അർമേനിയയുടെ ഔദ്യോഗിക കണക്ക്. അർമേനിയയിൽ നടന്നത് വംശഹത്യയാണെന്നാണ് തുർക്കി ഒഴികെയുള്ള നിരവധി രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അർമേനിയൻ വംശഹത്യയെന്ന് ഈയിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പരാമർശത്തിൽ തുർക്കി പ്രതിഷേധമറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.